ഇപ്പോൾ ഹർജി നൽകിയ അഡ്വക്കേറ്റ് ബൈജു നോയൽ ലൈനിൽ തുടരുന്നുണ്ട്. അഡ്വക്കേറ്റ് ബൈജു നോയൽ, ഇപ്പോൾ മന്ത്രിയുടെ പ്രതികരണം കണ്ടല്ലോ. ഇതൊരു വിധിയല്ല, അപ്പോൾ ഇതൊരു തിരിച്ചടിയല്ല എന്ന് അദ്ദേഹം പറയുന്നു. വേണ്ടി വന്നാൽ നിയമ പോരാട്ടത്തിലേക്ക് പോകുമെന്നും. എന്താണ് പ്രതികരണം? അദ്ദേഹം ഇതിനകത്ത് പ്രൈമ ഫേസിയെ കുറ്റം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ന് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. ആ കേസിനകത്ത് ഒരു പുനരന്വേഷണം, ഫർദർ ഇൻവെസ്റ്റിഗേഷനാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ആ അന്വേഷണം അദ്ദേഹം സഹകരിക്കുമെന്നാണ് ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം അന്വേഷണവുമായിട്ട് സഹകരിക്കാതിരിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹം അന്വേഷണവുമായിട്ട് സഹകരിക്കേണ്ടി വരും. പക്ഷെ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വാസം ഇല്ലാത്ത ഒരാളെ പോലെ ആയിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരെ ഇതിനകത്തൊരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെടാനുണ്ടായിട്ടുള്ള കാരണം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യത്തെ കേസാണ്. ഈ കേസിനകത്ത് ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇൻവെസ്റ്റിഗേഷൻ നടക്കും എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം കേരള പോലീസ് ഇത് അന്വേഷിച്ചത് വളരെ അൺഫെയർ മാനറിലായിരുന്നു. എന്നിട്ട് ക്രൈംബ്രാഞ്ചാണ് ഇപ്പം ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത്. ക്രൈംബ്രാഞ്ച് അതിനകത്ത് ഫ്രീ ആൻഡ് പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ നടത്താനുള്ള എല്ലാ സംവിധാനങ്ങളും നല്ല കഴിവുള്ള ഉദ്യോഗസ്ഥരും അതിനകത്തുണ്ട്. പക്ഷേ ഈ പറയുന്ന പൊളിറ്റിക്കൽ മാസ്റ്റേഴ്സ് അവർ അതിനകത്ത് ഇടപെടും. അതിനകത്ത് ഫ്രീ ആൻഡ് ഫെയർ ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യാൻ അവർ സമ്മതിക്കില്ല. അതൊക്കെയാണ് വാസ്തവത്തിൽ ഇതിനകത്ത്. വീണ്ടും അന്വേഷിക്കണമെന്ന് പറയുമ്പോൾ വീണ്ടും നടത്തുന്ന അന്വേഷണത്തിൽ താങ്കൾ എങ്ങനെയാണ് വിശ്വാസ്യത ചാർത്തുന്നത്? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എല്ലാ അന്വേഷണ ഏജൻസികളും വിശ്വാസമാണ്. കാരണം നമ്മുടെ അന്വേഷണ ഏജൻസികൾ കേസുകൾ നല്ല രീതിയിൽ അന്വേഷിച്ച ചരിത്രവും ഇതുപോലെ അൺഫെയർ ആയിട്ട് അന്വേഷിച്ച ചരിത്രവും നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ ഈ കേസിനകത്ത് ഇദ്ദേഹം ഒരു മന്ത്രി എന്നുള്ള നിലയിലും ഒരു MLA എന്നുള്ള ഒരു റൂളിംഗ് പാർട്ടിയുടെ നേതാവ് എന്നുള്ള നിലയിലും ഇതിനകത്ത് ഒരു ഫ്രീ ആൻഡ് ഫെയർ, ഒരു അൺബയസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ കേരള പോലീസിന് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അവർക്ക് അതിന് കഴിയില്ല. അതിന് തടസ്സം നിൽക്കും. നമ്മുടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ അതിന് തടസ്സം നിൽക്കും. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് CBI പോലെ ഒരു സെൻട്രൽ ഏജൻസി കേസ് അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെട്ടത്. ഒരു പ്രസംഗം അന്വേഷിക്കാൻ CBI പോലുള്ള ഒരു സംവിധാനം വരേണ്ടതുണ്ട് എന്ന് താങ്കൾ കാണുന്നു. കാരണം ഇത് പൊതുമണ്ഡലത്തിൽ എത്തി കഴിഞ്ഞ ഒരു പ്രതികരണമാണ്. അതിനെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നതിന് അടിസ്ഥാനമായിട്ടാണ് അതിന്റെ അന്വേഷണം നിൽക്കുന്നത്. അപ്പോൾ ഇരയാക്കപ്പെട്ടത് ഇന്ത്യൻ ഭരണഘടനയെ മന്ത്രി അപമാനിച്ചു എന്ന് താങ്കൾ പറയുമ്പോൾ, ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഭരണഘടനയെ വളച്ചൊടിച്ച് അല്ലെങ്കിൽ ഭരണഘടനയെ അപമാനിക്കുന്ന തരത്തിലുള്ള വലിയ വലിയ തീരുമാനങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ അടുത്തുനിന്ന് അടക്കം ഇതിനകം പലപ്പോഴായി വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഒരു പ്രസംഗത്തിൽ പറഞ്ഞു പോയ ഒരു പിഴവ് എന്ന രീതിയിൽ കാണാവുന്നതല്ലേ? അതിലപ്പുറം ഒരു മാനം അതിന് നൽകേണ്ടതുണ്ടോ ശ്രീ ബൈജു? ഇതിനെ കേവലം ഒരു പ്രസംഗമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം ഇതിനു മുമ്പ് എത്രയോ പ്രസംഗങ്ങൾ ഈ കേരളത്തിൽ നടത്തി കഴിഞ്ഞു. അതിലെല്ലാം ക്രൈം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഈ കേസ് എന്ന് പറയുന്നത് പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് നാഷണൽ ഹോണർ ആക്ട് സെക്ഷൻ 2. ആ ഒരു ആക്ട് ഇന്ത്യൻ പാർലമെന്റ് ഇനാക്ട് ചെയ്തിരിക്കുന്നത് തന്നെ ഇന്ത്യൻ ഭരണഘടനയെയും ഇന്ത്യൻ ദേശീയ മതങ്ങളെയും ആരും അപമാനിക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അങ്ങനെ ഒരു ആക്ട് ഇന്ത്യൻ പാർലമെന്റ് ഇനാക്ട് ചെയ്യുമ്പോൾ ഇദ്ദേഹം ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി മെമ്പറാണല്ലോ. ഇദ്ദേഹവും ഇവിടെ നിയമം പാസ്സാക്കുന്ന ഒരു ഫോറത്തിലെ അംഗമാണ്. അദ്ദേഹം പാസ്സാക്കിയ ഒരു നിയമം, അദ്ദേഹം ഉൾപ്പെടുന്ന ഫോറം പാസ്സാക്കിയ ഒരു നിയമം ആര് വയലേറ്റ് ചെയ്താലും അതിനകത്ത് ഒഫൻസ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പ്രോസിക്യൂഷൻ നടപടികൾ നേരിടണം. അത് തന്നെയാണ് അതിന്റെ രീതി. ആ രീതിയിൽ നിന്ന് മാറി നിൽക്കാൻ ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ആൾക്കും ഒരു ഇന്ത്യൻ പൗരനും സാധിക്കില്ല. അത് തന്നെയാണ് ഇവിടെ ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ ഒരു അക്യൂസ്ഡ് എന്നുള്ള നിലയിൽ ഈ കേസിനകത്ത് ഇദ്ദേഹം അക്യൂസ്ഡ് ആണല്ലോ. അതിനകത്ത് ആ കേസിനകത്ത് അന്വേഷണവുമായിട്ട് സഹകരിക്കണം. അന്വേഷണത്തിന്റെ പ്രോസിക്യൂഷൻ നടപടികൾ നേരിടണം. നിയമപരമായ എല്ലാ ബാധ്യതയും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയെ പ്രതിയാണ് കേരളത്തിലെ ഒരു MLA ആയിട്ടും മന്ത്രിയായിട്ടും ഒക്കെ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇതിനെ സ്മൃതി ആദ്യം പറഞ്ഞതുപോലെ കേവലം ഒരു പ്രസംഗമായിട്ട് കാണാനോ അതിനകത്ത് ഡോക്ടർ ഓഫ് അപ്പോളജി, അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കാനോ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ഡോക്ടർ ഓഫ് അപ്പോളജി അപ്ലൈ ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം ഇതിനകത്ത് ഏത് സാഹചര്യത്തിലാണ്? ഇദ്ദേഹം ഇതുവരെ അപ്പോളജി നടത്തിയിട്ടുണ്ടോ? ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയെ ഞാൻ അപമാനിച്ചതിൽ ഞാൻ ഖേദിക്കുന്നുവെന്നോ ഞാൻ ഇന്ത്യയിലെ ജനങ്ങളോട് മാപ്പ് പറയുന്നുവെന്നോ ഇദ്ദേഹം എപ്പോഴെങ്കിലും ഈ ഒഫൻസ് കമ്മിറ്റ് ചെയ്തതിനു ശേഷം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ശരി, ഇനിയിപ്പോൾ ഒരു അന്വേഷണം എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ എന്ത് CBI വരണം എന്നുള്ളതാണ് താങ്കൾ താല്പര്യപ്പെടുന്നത് അല്ലേ? കാരണം ഇതിനകത്ത് എവറി സിറ്റിസൺ ഹാസ് ദ റൈറ്റ് ടു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഹിസ് ഓർ ഹെർ കേസ് by a free and fair manner.
സുപ്രീം കോടതി അസീജ ബീഗം കേസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്രയിലെ ജഡ്ജ്മെന്റ് ആണ്. എല്ലാ പൗരനും അവരവരുടെ കേസുകൾ ഫ്രീ ആൻഡ് ഫെയർ മാനറിൽ അന്വേഷിക്കാനുള്ള അവകാശമുണ്ട്. എന്റെ കേസിനകത്ത്, ഈ കേസിനകത്ത് അങ്ങനെ ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇൻവെസ്റ്റിഗേഷൻ നടന്നിട്ടില്ല എന്നുള്ള എന്റെ പ്രയർ, അങ്ങനെ ഒരു എന്റെ ആവശ്യമാണ് കോടതി ഇന്ന് അംഗീകരിച്ചത്. അതിനകത്ത് ഫ്രീ ആൻഡ് ഫെയർ ഇൻവെസ്റ്റിഗേഷൻ നടന്നിട്ടില്ല എന്നുള്ള ഫൈൻഡിങ്സ് ആണ് കോടതി ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. ശരി, വളരെ നന്ദി അഡ്വക്കേറ്റ് ബൈജു നോയൽ പ്രതികരിച്ചതിന്.